السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله الحمد لله نحمده حمد الشاكرين ونذكره ذكر الذاكرين ونشكره شكر العارفين ونثني عليه ثناء الحامدين ونستعينه استعانة المتوكلين ونستغفره استغفار المذنبين ونتوب إليه توبة الخاشعين ونرجوه رجاء الصالحين ونخافه مخافة المقنين ونشهد أن لا إله إلا الله وحده لا شريك له شهادة تنير القلوب وتشرح الصدور وتثبت الأقدام وتنجي من العذاب العليم ونشهد أن سيدنا ومولانا محمدا عبده ورسوله صفيه وخليله وحبيبه بلغ الرسالة وأدى الأمانة ونصح الأمة وكشف الله به الغمة فصلوات ربي وسلامه عليه وعلى آله الطيبين الطاهرين وصحبه الغر الميامين ومن تبعهم بإحسان إلى يوم الدين. بسم الله الرحمن الرحيم. ربنا إنك جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد. صدق الله العظيم. قال نبينا وحبيبنا وشاهدنا ومرشدنا محمد صلى الله عليه وسلم مثل الذي يذكر ربه والذي لا يذكر ربه مثل الحي والميت. صدق رسوله النبي الكريم. نحن على ذلك من الشاهدين الشاكرين. أما بعد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ പരിപൂർണമായും സ്വീകരിക്കുമാറാവട്ടെ. പുണ്യമായ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മുൻകഴിഞ്ഞ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ തിന്മകളും
റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തുമാപ്പാക്കി നൽകുകയും ശിഷ്ടകാല ജീവിതം അവന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാനും അവസാനം ഈ ലോകത്തോട് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ പറഞ്ഞ് സ്വർഗം കണ്ട് സന്തോഷത്തോടുകൂടി യാത്രയാകുവാനും ദാതൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പരിശുദ്ധമായ വിജ്ഞാന സദസ്സിൽ നാം പറയുന്ന നന്മകളെ അല്ലാഹു സ്വീകരിക്കുകയും നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്വാലിഹായ സൽക്കർമ്മമായി റബ്ബ് സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നമ്മൾ ധാരാളമായി കേൾക്കുന്ന ഒരു വാക്ക് വാഗ്ദാനങ്ങളായിരിക്കും. നമ്മുടെ യാത്രകളിൽ, നമ്മുടെ മൊബൈൽ ഫോണുകളിൽ, നമ്മൾ കേൾക്കുന്ന സംസാരങ്ങളിൽ പലപ്പോഴും പല രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നമ്മൾ കേൾക്കാൻ പോകുകയാണ്. കാരണം നമ്മുടെ ഈ കേരളം പുതിയൊരു തിരഞ്ഞെടുപ്പിനെ വരവേൽക്കുവാനുള്ള, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒരുക്കങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ധാരാളമായി തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നൽകുന്ന, നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച്, സംഭവിക്കുന്ന പുരോഗമനങ്ങളെ കുറിച്ച്, പദ്ധതികളെ കുറിച്ച് പല രീതിയിലുള്ള വാഗ്ദാനങ്ങളും നടത്തുന്നതിന് രാത്രങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും മൊബൈൽ ഫോണുകളിൽ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന പലരുടെയും പ്രഭാഷണങ്ങൾ ആ വാഗ്ദാനങ്ങളായിരിക്കും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വഴിവക്കിൽ കാണുന്ന ഫ്ലെക്സ് ബോർഡുകൾ, നോട്ടീസുകൾ പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികളുടെയും എണ്ണി എണ്ണി പറയുന്ന വാഗ്ദാനങ്ങളായിരിക്കും. ഇങ്ങനെ പല രീതിയിലുള്ള വാഗ്ദാനങ്ങൾ പലപ്പോഴും പല തെരഞ്ഞെടുപ്പിന്റെയും വേദികളിൽ നമ്മൾ കേൾക്കാറുള്ളവരാണ്. പക്ഷേ ആ വാഗ്ദാനങ്ങളൊന്നും പൂർണ്ണമായും പലപ്പോഴും പൂർത്തീകരിക്കപ്പെടാറില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ മുന്നിലേക്ക് പല രീതിയിലുള്ള ആത്മഹത്യകളുടെ വാർത്തകൾ കടന്നു വരുന്നുണ്ട്. പലരും ചെറുപ്പകാലഘട്ടങ്ങളിൽ അവർ കോളേജ് ക്യാമ്പസുകളിൽ, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ എങ്ങനെയെങ്കിലുമൊക്കെ പരിചയപ്പെടുകയും പരസ്പരം പ്രണയത്തിലായി മാറുകയും അങ്ങനെ പ്രണയത്തിന്റെ ഭ്രാന്തമുത്തിരിക്കുന്ന സമയങ്ങളിൽ പല രീതിയിലുള്ള വാഗ്ദാനങ്ങൾ പരസ്പരം നൽകുകയും പിന്നീട് ജീവിതത്തിന്റെ ഒരു തിരിച്ചറിവിന്റെ സാഹചര്യത്തിൽ, അതല്ലെങ്കിൽ ഒരു വഞ്ചനയുടെ സാഹചര്യത്തിൽ ആ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം കള്ളമാണ്, അതെല്ലാം പൂർത്തീകരിക്കപ്പെടാൻ ഇനി സാധ്യതയില്ല എന്ന് തിരിച്ചറിയുമ്പോൾ പലപ്പോഴും മറ്റേ വശത്തുള്ള ആൾ ആത്മഹത്യയിലേക്കും പല രീതിയിലുള്ള പ്രയാസങ്ങളിലേക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലേക്കും വഴുതി വീഴുന്നത് നമ്മൾ കാണാറുണ്ട്. അഥവാ പലരുടെയും ആത്മഹത്യകൾക്ക് കാരണമായി പലരുടെയും വാഗ്ദാനങ്ങൾ മാറുന്നു. ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ആ ദാമ്പത്യ ജീവിതത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഭാര്യ തന്റെ ഭർത്താവിന് നൽകുന്ന വാഗ്ദാനങ്ങൾ, ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ, പരസ്പരം സ്നേഹത്തോടെ ബഹുമാനത്തോടെ പരസ്പരം ആദരവോടുകൂടി നൽകുന്ന ആ വാഗ്ദാനങ്ങൾ പിന്നീട് ജീവിതയാത്രയിൽ മുന്നോട്ട് ഗമിക്കുമ്പോൾ, പിന്നീടുള്ള ജീവിത സാഹചര്യങ്ങൾ മാറി മാറി വരുമ്പോ ആ സന്ദർഭങ്ങളിൽ ആ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടാതെ വരുമ്പോൾ പലപ്പോഴും ആത്മഹത്യകളിലേക്ക്, അതല്ലെങ്കിൽ വേറുപാടുകളിലേക്ക്, അതല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നകലുഷിതമായ അന്തരീക്ഷങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യ ജീവിതത്തിന്റെ ഗതി നിർണയിക്കാൻ കഴിയുന്ന ഒന്നാണ് അവൻ നൽകുന്ന വാഗ്ദാനങ്ങൾ, അതല്ലെങ്കിൽ അവനക്ക് ലഭിക്കുന്ന വാഗ്ദാനങ്ങൾ. പലപ്പോഴും പൂർത്തീകരിക്കപ്പെടാത്ത വാഗ്ദാനങ്ങൾ. പലപ്പോഴും നമ്മളും പലർക്കും വാഗ്ദാനങ്ങൾ നൽകാറുണ്ട്.
ആ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ നൽകുന്നതായിരിക്കും. പക്ഷേ 100% പൂർത്തീകരിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ നൽകുമ്പോഴും പലപ്പോഴും അത് പൂർത്തീകരിക്കപ്പെടാൻ നമുക്ക് സാധിക്കില്ല. അത് പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന് നമുക്കൊരിക്കലും ഉറപ്പു പറയാൻ കഴിയില്ലാത്തൊരു സാഹചര്യങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഒരാളുടെ വാഗ്ദാനത്തെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരാളുടെ വാഗ്ദാനത്തെ കുറിച്ച് പറയുകയാണ്. ആ വാഗ്ദാനത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ആ വാഗ്ദാനത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ആ വാഗ്ദാനം ഒരിക്കലും പാലിക്കപ്പെടാത്ത വാഗ്ദാനമല്ല. ആ വാഗ്ദാനം ഒരിക്കലും തിരിച്ചെടുക്കപ്പെടുന്ന വാഗ്ദാനമല്ല. ആ വാഗ്ദാനം ഒരിക്കലും പിൻവലിക്കപ്പെടുന്ന വാഗ്ദാനമല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. ആരുടെ വാഗ്ദാനമെന്നറിയുമോ? ഒരിക്കലും പിൻവലിക്കപ്പെടാത്ത 100% കൃത്യമായി പൂർത്തീകരിക്കപ്പെടുന്ന വാഗ്ദാനം ആരുടെ വാഗ്ദാനമെന്നറിയുമോ? ഈ കാണുന്ന വിശാലമായ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവാധിപതിയായ സർവലോക പരിപാലകനും സർവലോക സംഹാരകനുമായ മാലിക്കുൽ മുലൂക്കായ റബ്ബുൽ ഇസ്സത്തിന്റെ വാഗ്ദാനങ്ങളുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ വിശ്വാസികൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങൾ ഒരിക്കലും പിൻവലിക്കപ്പെടില്ല. ആ വാഗ്ദാനങ്ങൾ ഒരിക്കലും കള്ളമല്ല. ആ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അല്ലാഹ് പറയുകയാണ്, ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ് എന്ന്. വർത്തമാനകാല ലോകത്തൊരു മനുഷ്യൻ നൽകുന്ന വാഗ്ദാനങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിന്റെ തന്നെ അന്ത്യം കുറിക്കുമ്പോ, ആത്മഹത്യയിലേക്ക് വരെ കൊണ്ടെത്തിക്കുമ്പോ അല്ലാഹ് വിശുദ്ധമായ ഖുർആനിൽ പറയുകയാ, അല്ലാഹു നൽകുന്ന വാഗ്ദാനങ്ങൾ അതൊരിക്കലും തള്ളപ്പെടുന്ന വാഗ്ദാനങ്ങളല്ല. അത് പരിപൂർണമായിട്ടും അല്ലാഹു പൂർത്തീകരിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ വിശ്വാസികളായ അടിമകളോട് നൽകുന്ന ധാരാളം വാഗ്ദാനങ്ങൾ നമുക്ക് കാണാം. വിശുദ്ധമായ ഖുർആനിലുടനീളം അല്ലാഹു നൽകുന്നുണ്ട് പല രീതിയിലുള്ള വാഗ്ദാനങ്ങൾ. ഹൃദയാന്തരാളങ്ങളിൽ ഈമാനുള്ള, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, പടച്ചതമ്പുരാനെ പേടിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനാത്തുകൾക്ക് അല്ലാഹു നൽകുന്ന വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശ്വാസികളായ അടിമകൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങൾ പരിപൂർണമായും പൂർത്തീകരിക്കപ്പെടും. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം വാഗ്ദാനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. പല രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ആ വാഗ്ദാനങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ആരൊക്കെ നമ്മളോട് വാക്കുപാലിക്കാതിരുന്നാലും, ആരൊക്കെ നമ്മളെ പറഞ്ഞു പറ്റിച്ചാലും, ആരൊക്കെ വാഗ്ദാനങ്ങൾ പിൻവലിച്ചാലും, ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, നിന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നിനക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഒരിക്കലും ലംഘിക്കില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. വിശുദ്ധമായ ഖുർആൻ. അങ്ങനെ അല്ലാഹു നൽകുന്ന ധാരാളം വാഗ്ദാനങ്ങളിൽ 4 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളുണ്ട്. അല്ലാഹു ഖുർആനിൽ നൽകുന്ന വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഒന്നാമത് അല്ലാഹു നൽകുന്ന വാഗ്ദാനം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു നൽകുന്ന ഒന്നാമത്തെ വാഗ്ദാനം എന്തെന്നറിയുമോ?
അല്ലാഹ് പറയുകയാണ് ഫദ്കുറൂനി അദ്കുറുകും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ നൽകുന്ന ഒന്നാമത്തെ വാഗ്ദാനം എന്താ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട പ്രവാചകനാണ്. അല്ലാഹുമായിട്ട് സംസാരിച്ച പ്രവാചകനാണ് മഹാനായ കലീമുല്ലാഹി മൂസാ. തൂര് സീനാ പർവ്വത നിരകളുടെ മുകളിൽ അല്ലാഹുമായിട്ട് നേരിട്ട് സംഭാഷണം നടത്തിയ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ധാരാളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വിവരിക്കുന്നുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ധാരാളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുമ്പോൾ ആ ചരിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു പേര് പറഞ്ഞിരിക്കുന്ന പ്രവാചകനാണ് മഹാനായ കലീമുല്ലാഹി മൂസാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ അന്ന് ഫറോവയുടെ അധികാരമാണ്. സ്വേച്ഛാധിപതിയായ സർവാധിപതിയായ തെമ്മാടിയായിരുന്ന ഭരണാധികാരി. അന റബ്ബുകുമുൽ അഅല, ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന രക്ഷിതാവെന്ന് തന്റെ പ്രജകളോട് തന്റെ അനുയായികളോട് പറഞ്ഞു വരുത്തിരുന്ന അഹങ്കാരിയായിരുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരി ഫറോവ. ആ ഫറോവയുടെ അധികാര സ്ഥലത്തേക്കാണ്, ഈജിപ്തിലേക്കാണ് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധന ദൗത്യവുമായി കടന്നു വരുന്നത്. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രബോധനം നടത്തി തന്നെ അനുയായികളുമായിട്ട് അവസാനം ഈജിപ്തിൽ നിന്ന് പോകുമ്പോ ഈജിപ്തിൽ നിന്നതാ ഹിജറ ചെയ്യുകയാണ്. ഈജിപ്തിൽ നിന്ന് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മൂസാ നബി തന്റെ അനുയായികളെ ക്ഷണിക്കുന്നു. അങ്ങനെ യഥാ രാത്രിയുടെ മറവിൽ അവർ യാത്ര പുറപ്പെടുകയാണ്. അവസാനമതാ ആരോരും അറിയാതെ തങ്ങളുടെ നാട്ടിൽ നിന്ന് ഫറോവയുടെ അധികാരത്തിന്റെ കണ്ണു വെട്ടിച്ച്, ഫറോവയുടെ കിങ്കരന്മാരുടെ കണ്ണു വെട്ടിച്ചിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അനുയായികളും ആ നാട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ യഥാ അവര് പോയിട്ടതാ കടലിന്റെ മുമ്പിലെത്തുകയാ. തിരമാലകൾ അലയടിക്കുന്ന സമുദ്രത്തിന്റെ മുമ്പിൽ മൂസാ നബിയും അനുയായികളും നിൽക്കുന്നു. അതാ പിന്നിൽ നിന്ന് ഫറോവയുടെ കിങ്കരന്മാർ, ഫറോവയുടെ പട്ടാളം കടന്നു വരികയാണ്. മുമ്പില് കടലാണ്, പിന്നിലതാ ഫറോവയുടെ പട്ടാളമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികൾ അതാ മൂസാ നബിയോട് പറയുകയാണ്, ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റഖൂൻ. മൂസാ നബിയോട് പറയുന്നു, മൂസാ നമ്മൾ പിടിക്കപ്പെട്ടുവല്ലോ. മുന്നിൽ കടലാണ്, പിന്നിൽ ഫറോവയുടെ പട്ടാളം കടന്നു വരികയാണ്. രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. ഇവിടെ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? നമ്മൾ പിടിക്കപ്പെട്ടുവല്ലോ മൂസ, നമ്മളിതാ കൊല ചെയ്യപ്പെടാൻ പോകുകയാണല്ലോ മൂസ എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തന്റെ അനുയായികൾ പറഞ്ഞു പരിതപിക്കുമ്പോ ആ സമയത്ത് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞൊരു മറുപടി വിശുദ്ധമായ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. മുന്നിലടിക്കുന്ന സമുദ്രമാണ്, പിന്നിലതാ കാടിളകി വരുന്ന ഫറോവയുടെ പട്ടാളമാണ്. അതിന്റെ നടുവിൽ നിൽക്കുമ്പോഴും കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, എന്റെ റബ്ബെന്നെ കൈവിടില്ല, എന്റെ രക്ഷിതാവെന്നെ കൈവിടില്ല. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, അല്ലാഹു എന്നെ കൈവിടില്ല എന്ന് മൂസാ നബി പറഞ്ഞുവെങ്കിൽ പിന്നാലത്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ വിശുദ്ധമായ തൗഹീദിന്റെ പ്രബോധനവുമായി മക്കയിലേക്ക് കടന്നു വരുമ്പോ
ആ മക്കയിലെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ, ആ മക്കയിലെ പീഡനങ്ങളും മർദ്ദനങ്ങളും സഹിക്കവയ്യാതെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ ചെയ്യുകയാണ്. രാത്രിയുടെ മറവിൽ ഖുറൈശി പട്ടാളം തന്നെ കൊല്ലാൻ വരുമ്പോ അവരുടെ മുന്നിലേക്ക് അതാ മണ്ണുവാരിയെറിഞ്ഞ് അത്ഭുതകരമായി മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ ചെയ്യുകയാണ്. കൂടെ പ്രവാചകന്റെ കൂട്ടാളിയായ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുമുണ്ട്. രണ്ടുപേരും കൂടെ ഹിജ്റ ചെയ്ത് പാലായനം ചെയ്ത് രാത്രിയുടെ മറവിൽ അതാ സൗർ ഗുഹയിലെത്തുകയാണ്. ആ സൗർ ഗുഹയിൽ ഒളിവിൽ കഴിയുകയാണ്. അതാ ശത്രുക്കൾ അന്വേഷിച്ചു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ അന്വേഷിച്ച് പ്രവാചകനും അബൂബക്കറും ഒളിഞ്ഞിരിക്കുന്ന സൗർ ഗുഹയുടെ വാതിലിലെത്തുമ്പോ അതാ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകനോട് പറയുകയാണ്, ഹബീബേ തിരുദൂതരെ, ശത്രുക്കളെങ്ങാനും അവരുടെ കാലിലേക്ക് നോക്കിയാൽ, സ്വന്തം കാലിലേക്ക് അവരൊന്ന് കുനിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കാണുമല്ലോ നബിയേ, നമ്മൾ പിടിക്കപ്പെടുമല്ലോ നബിയേ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ മുത്തു ഹബീബിനോട് സങ്കടം പറയുമ്പോ റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. സങ്കടപ്പെടല്ലേ അബൂബക്കറേ, വിഷമിക്കല്ലേ അബൂബക്കറേ, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്, അല്ലാഹു എൻ്റെ കൂടെയുണ്ട്, അല്ലാഹു എൻ്റെ കൂടെയുണ്ട്. കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുന്നിൽ അലയടിക്കുന്ന സമുദ്രവും പിന്നിൽ ഫിർഔന്റെ പട്ടാളത്തെയും കാണുമ്പോ പറഞ്ഞു, ഇന്ന മഅ റബ്ബി സയഹ്ദീൻ, എൻ്റെ അല്ലാഹു എൻ്റെ കൂടെയുണ്ട്. സൗർ ഗുഹയിൽ വെച്ച് മുത്ത് ഹബീബ് അബൂബക്കറിനോട് പറഞ്ഞു, ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. അല്ലാഹു നൽകുന്ന ഒന്നാമത്തെ വാഗ്ദാനമാണിത്, അല്ലാഹു നൽകുന്ന ഒന്നാമത്തെ വാഗ്ദാനമാണിത്. ഫദ്കുറൂനി അദ്കുറുകും, ഫദ്കുറൂനി അദ്കുറുകും, നിങ്ങൾ എന്നെ ഓർത്താൽ, നിങ്ങൾ എന്നെ സ്മരിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ സ്മരണയെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ, നിങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിൽ സദാസമയവും എന്നെ കുറിച്ചുള്ള ചിന്തയുണ്ട് എങ്കിൽ, നിങ്ങളുടെ നാവുകളിൽ എന്നെ കുറിച്ചുള്ള ദിക്ർ വരുന്നുണ്ടെങ്കിൽ, അത് കുറുക്കും, നിങ്ങളെയും ഞാൻ ഓർക്കുന്നതാണ്. ഒരു പ്രതിസന്ധിയിലും നിങ്ങളെ ഞാൻ കൈവിടില്ല, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒന്നാമത്തെ ഉറപ്പാണിത്. ഫദ്കുറൂനി അദ്കുറുകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ഉറപ്പാണിത്. റബ്ബുൽ ഇസ്സത്തിന്റെ ഒന്നാമത്തെ ഉറപ്പ്, ഒന്നാമത്തെ വാഗ്ദാനം, ഫദ്കുറൂനി അദ്കുറുകും, നിങ്ങൾ എന്നെ കുറിച്ച് ഓർത്താൽ, നിങ്ങൾ എൻ്റെ സ്മരണയിലായി നിങ്ങളുടെ ഹൃദയമാണ് എങ്കിൽ, നിങ്ങൾ നാവിലൂടെ ദിക്റുകൾ പറയുന്നു, നിങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിൽ എന്നെ കുറിച്ചുള്ള ചിന്തയുണ്ട് എങ്കിൽ, അത് കുറുക്കും, ഒരു പ്രതിസന്ധിയുടെ ഒരു സന്നിഗ്ധ ഘട്ടത്തിലും ഒരു പ്രതികൂല സാഹചര്യത്തിലും നിങ്ങളെ ഞാൻ കൈവിടില്ല എന്ന് അല്ലാഹു നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ്. അല്ലാഹു നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ്. ഏതു പ്രയാസഘട്ടങ്ങളിലും സ്മരണയുള്ള അല്ലാഹുവിന്റെ സ്മരണയുള്ള ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റും. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നീനവാക്കാരനായ പ്രവാചകൻ മഹാനായ യൂനുസ് ഇബ്നു മത്താ അലൈഹിസ്സലാത്തു വസ്സലാം തിമിംഗലത്തിന്റെ വയറ്റിലകപ്പെട്ടു പോകുകയാണ്. മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടു പോയ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു രക്ഷിക്കുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ പറയുകയാ ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. അല്ലാഹു നമുക്ക് നൽകുന്ന ഉറപ്പാണിത്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നെ കുറിച്ചുള്ള ചിന്തയുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നെ കുറിച്ചുള്ള സ്മരണയുണ്ടെങ്കിൽ, നിങ്ങളുടെ നാവുകളിൽ സദാ ദിക്റുണ്ടായെങ്കിൽ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങളെ ഞാൻ സംരക്ഷിക്കുന്നതാണ്. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. ദീനവാക്കാരനായ പ്രവാചകൻ യൂനുസ് ബിൻ മത്താ തിമിംഗലത്തിന്റെ വയറ്റിലകപ്പെട്ടു പോകുകയാണ്. അവിടുന്ന് ഞാൻ അദ്ദേഹത്തെ രക്ഷിക്കുകയാണ്. കാരണം എന്തെന്നറിയുമോ? കാന മിനൽ മുസബ്ബിഹീൻ. അദ്ദേഹം ധാരാളമായി എന്നെ സ്മരിക്കുന്ന വ്യക്തിയായിരുന്നു, ധാരാളമായി തസ്ബീഹുകൾ പറയുന്ന വ്യക്തിയായിരുന്നു. അല്ലാഹ് പറയുകയാണ്, അങ്ങനെ എന്നെ സ്മരിക്കുന്ന എന്റെ ദിക്റുള്ള ഹൃദയത്തിന്റെ ഉടമയല്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. മരണം വരെ ആ തിമിംഗലത്തിന്റെ വയറ്റിൽ തന്നെ അദ്ദേഹം കിടന്നേന്. അഥവാ ആ തിമിംഗലത്തിന്റെ വയറ്റിൽപ്പെട്ട് അദ്ദേഹം മരണപ്പെട്ടേന്. ആ പ്രതിസന്ധിയിൽ നിന്ന് അദ്ദേഹം കരകയറുമായിരുന്നില്ല. സമുദ്രത്തിന്റെ ഇരുട്ടിൽ നിന്ന്, തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് യൂനുസ് ബിൻ മത്താ എന്ന പ്രവാചകനെ ഞാൻ രക്ഷിക്കാനുള്ള കാരണം അദ്ദേഹം എപ്പോഴും എന്റെ സ്മരണയുള്ള ഹൃദയത്തിന്റെ ഉടമയായിരുന്നു. ധാരാളം തസ്ബീഹുകൾ ചൊല്ലുന്ന വ്യക്തിയായിരുന്നു. അല്ലാഹ് പറയുകയാണ്, തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ കിടക്കുമ്പോഴും, വല്ലാത്തൊരു പ്രയാസത്തിന്റെ നടുവിൽ കിടക്കുമ്പോഴും, ആ സമയത്തും പ്രതീക്ഷ കൈവിടാതെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ അദ്ദേഹം സദാ ഉരുവിടുമായിരുന്നുവെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അല്ലാഹ് പറയുകയാണ്, തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ അകപ്പെട്ടുപോയ യൂനുസ് നബിയെ ഞാൻ രക്ഷിക്കാനുള്ള കാരണം കാന മിനൽ മുസബ്ബിഹീൻ. അദ്ദേഹം ധാരാളമായി ആ പ്രതിസന്ധിക്ക് മുമ്പും ധാരാളമായി എന്നെ സ്മരിച്ചിരുന്ന വ്യക്തിയാണ്. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. അങ്ങനെ എന്നെ സ്മരിച്ചിരുന്ന ഒരു വ്യക്തിയല്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. കാലാകാലം ആ പ്രതിസന്ധിയിൽ അദ്ദേഹം കിടന്നേനെ, മരണം വരെ അതിൽ കിടന്നേനെ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. യൂനുസ് നബിയുടെ ഹൃദയമാണ് നമുക്കുണ്ടാവേണ്ടത്. പ്രതിസന്ധിയിൽ തിമിംഗലത്തിന്റെ സമുദ്രത്തിന്റെ ഉള്ളിൽ, തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ കിടക്കുമ്പോഴും അല്ലാഹുവിന്റെ സ്മരണയാണ്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. സദാ അല്ലാഹുവിന്റെ ദിക്റാണ്, സദാ പടച്ചവനെ കുറിച്ചുള്ള ദിക്റാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ധാരാളം നിങ്ങൾ ദുആ ചെയ്യുന്നവരാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ, ഹലാലായ ആഗ്രഹങ്ങൾ എല്ലാം നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ പറയുന്നവരാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ കിടന്നപ്പോൾ ചെയ്ത ഈ ദിക്ർ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ പറഞ്ഞിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആ ഒരിക്കലും തള്ളപ്പെടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹ്.
ആ ദുആ ഒരിക്കലും തള്ളപ്പെടില്ല എന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദിക്ർ പറഞ്ഞിട്ട് നമ്മുടെ ദുആകൾ ആരംഭിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റുള്ള ഹൃദയത്തിന്റെ ഉടമകളായി നമ്മൾ മാറണം. എന്നിട്ട് പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അഖ്ബിർനി ബിശൈഇൻ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, പ്രവാചകരെ എന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ഒരു അമൽ എനിക്ക് പറഞ്ഞു തരുമോ? എന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ, സദാസമയത്തും മുറുകെ പിടിക്കാനുള്ള ഒരു അമൽ എനിക്ക് പറഞ്ഞു തരുമോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ലാ യസാലു ലിസാനുക റതുബൻ മിൻ ദിക്രില്ലാഹ്. നിന്റെ നാവെപ്പോഴും അല്ലാഹുവിന്റെ ദിക്റിനാൽ നനവുള്ളതാവട്ടെ. എപ്പോഴും അല്ലാഹുവിന്റെ ദിക്റിനെ നീ മുറുകെ പിടിക്കുക. ഏത് സമയത്തും, ഏത് പ്രതിസന്ധിയിലും, ഏത് സന്തോഷഘട്ടത്തിലും, ഏത് പ്രതികൂല സാഹചര്യത്തിലും, ഏത് പ്രയാസങ്ങൾ കടന്നു വരട്ടെ, രോഗങ്ങൾ കടന്നു വരട്ടെ, അനുഗ്രഹങ്ങൾ കടന്നു വരട്ടെ, സന്തോഷമാവട്ടെ, സങ്കടമാവട്ടെ, ഏത് സമയത്തും ലാ യസാലു ലിസാനുക റതുബൻ മിൻ ദിക്രില്ലാഹ്. നിന്റെ നാവിൽ അല്ലാഹുവിന്റെ സ്മരണ ഉണ്ടാവട്ടെ. എപ്പോഴും അല്ലാഹുവിന്റെ ദിക്ർ നീ ഉരുവിടുക. നിന്റെ ഹൃദയത്തിൽ എപ്പോഴും അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഉണ്ടാവുക. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു, മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പറയാ, ഞാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് യാത്ര പറയുന്ന സന്ദർഭം, യമനിലേക്ക് ഗവർണറായി എന്നെ നിശ്ചയിക്കപ്പെടുമ്പോ റസൂലുള്ളാഹിന്റെ ചാരത്ത് വന്നിട്ട് ഞാനതാ യാത്ര പറയുകയാണ്. ആ സന്ദർഭത്തിൽ ഞാനും എന്റെ ഹബീബും തമ്മിൽ നടന്ന അവസാന സംഭാഷണം, എന്റെ പ്രവാചകനും എന്റെ ഹബീബുമായി റസൂലുള്ളാഹി തങ്ങളുമായിട്ട് അവസാനമായി ഞാൻ നടത്തിയൊരു സംഭാഷണമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഞാൻ ചോദിച്ചു, അഖ്ബിർനി ബി അഹബ്ബിൽ അഅമാലി ഇലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു, നബിയേ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമൽ എനിക്ക് പറഞ്ഞു തരുമോ? അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, പടച്ച തമ്പുരാൻ എന്നിൽ ഏറ്റവും തൃപ്തനാവുന്ന ഒരു അമൽ എനിക്ക് പറഞ്ഞു തരുമോ യാ റസൂലല്ലാഹ്? എന്റെ ഹബീബ് എന്നോട് പറഞ്ഞു തരുന്നത് എന്തെന്നറിയുമോ? റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു തന്നതെന്തെന്നറിയുമോ? അന്തമൂത വലിസാനുക റതുബൻ മിൻ ദിക്രില്ലാഹ്. മരിക്കുന്ന സമയത്ത് നിന്റെ റൂഹി ലോകത്തോട് വിട പറയുന്ന, നിന്റെ ശരീരത്തോട് വിട പറയുന്ന, മരണം മുന്നിൽ കാണുന്ന മരണസമയമുണ്ടല്ലോ, സക്കറാത്തിന്റെ സമയമുണ്ടല്ലോ, ആ സമയത്തും മരണത്തെ മുന്നിൽ കാണുമ്പോഴും ആ സമയത്തും റബ്ബിന്റെ ദിക്ർ പറയാൻ നിനക്ക് കഴിഞ്ഞാൽ അതിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു അമലില്ല മുആദ് എന്നെ ഹബീബിനോട് പറഞ്ഞു തന്നു എന്ന് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു മദീന പള്ളിയുടെ മിഹ്റാബിൽ നിന്നിട്ട് പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അലാ ഉനബ്ബികും സഹാബത്ത്, നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെ. ഏറ്റവും നല്ലൊരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെ. ആ നന്മയുടെ പ്രത്യേകത എന്തെന്നറിയുമോ? അത് നിങ്ങളുടെ രക്ഷിതാവിന്റെ മുമ്പിൽ ഏറ്റവും പ്രതിഫലാർഹമാണ്, ഏറ്റവും സ്വീകാര്യയോഗ്യമാണ്. മാത്രമല്ല നിങ്ങളുടെ സ്വർഗീയ ദറജാത്തുകൾ ഉയരാൻ ആ നന്മ കാരണമാണ്.
ആ നന്മ കാരണമാണ്. മാത്രമല്ല, നിങ്ങൾ ധാരാളമായി സ്വർണവും വെള്ളിയും നിങ്ങളുടെ സമ്പാദ്യങ്ങളും നിങ്ങൾ ചെലവഴിക്കുന്നതിനേക്കാൾ അത് ദീനിന്റെ മാർഗത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി സ്വർണ്ണ കൂമ്പാരങ്ങളും വെള്ളിയും നിങ്ങളുടെ സമ്പത്തുമെല്ലാം ചെലവഴിക്കുന്നതിനേക്കാൾ പ്രതിഫലാർഹമാണ്. മാത്രമല്ല, പരിശുദ്ധമായ ദീനിനു വേണ്ടി യുദ്ധരണാങ്കണത്തിൽ ശത്രുക്കളോട് പോരാടി മരണം വരിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രതിഫലാർഹമായ ഒരു സൽക്കർമ്മം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ സഹാബ? മദീന പള്ളിയുടെ സഹാബത്ത് ആകാംക്ഷയോടെ, ആഹ്ലാദത്തോടെ, ആഗ്രഹത്തോടെ പ്രവാചകനോട് പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, പറഞ്ഞു തന്നാലും നബിയേ, പറഞ്ഞു തരുക നബിയേ, ഞങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാമല്ലോ. റസൂലുള്ള മറുപടി പറഞ്ഞു, ദിക്റുല്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണയാണ്, അല്ലാഹുവിന്റെ ദിക്റാണ്. നിങ്ങളുടെ നാവിൽ നിന്ന് നിങ്ങൾ ഉരുവിടുന്ന ദിക്റുകളാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, തസ്ബീഹുമാലകളുമായി മഗ്‌രിബിന് ശേഷം, സുബഹിക്ക് ശേഷം നിങ്ങൾ ചെല്ലുന്ന ദിക്റുകൾ, നിങ്ങൾ പറയുന്ന സുബ്ഹാനല്ലാഹ്, നിങ്ങൾ പറയുന്ന അൽഹംദുലില്ലാഹ്, നിങ്ങൾ പറയുന്ന അല്ലാഹു അക്ബർ, അതിന്റെ പ്രതിഫലം എന്താ? യുദ്ധരണാങ്കണത്തിൽ ഷഹീദാവുന്നതിനേക്കാൾ, സ്വർണ്ണ കൂമ്പാരങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്നതിനേക്കാൾ, അതിനേക്കാൾ പ്രതിഫലാർഹമാണ് അല്ലാഹുവിന്റെ പേരിൽ ചെല്ലുന്ന, അല്ലാഹുവിന്റെ സ്മരണയിൽ ചെല്ലുന്ന ഓരോ ദിക്റുകളുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ പ്രവാചകൻ പറയുകയാണ്, ഏറ്റവും നല്ലൊരു അമല് ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഏറ്റവും നല്ലൊരു അമൽ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലാർഹമായ, പടച്ചവന്റെ മുമ്പിൽ നിങ്ങളുടെ പദവികൾ ഉയർത്തുന്ന, യുദ്ധരണാങ്കണത്തിൽ ശത്രുക്കളെനോട് പോരാടി മരണം വരിക്കുന്നതിനേക്കാൾ പ്രതിഫലാർഹമായ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും സമ്പാദ്യത്തിന്റെയും കൂമ്പാരങ്ങൾ ചെലവഴിക്കുന്നതിനേക്കാൾ പ്രതിഫലാർഹമായ ഒരു അമലിനാ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ദിക്റുല്ലാഹ്, അത് അല്ലാഹുവിന്റെ ദിക്റാണ്. നമ്മൾ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹ്, ചൊല്ലുന്ന അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്, ഈ നന്മകൾ പടച്ചവന്റെ അടുക്കൽ വളരെയേറെ പ്രതിഫലാർഹമാണ്, വളരെയേറെ പ്രതിഫലാർഹമാണ്. ഏറ്റവും വലിയ സൗഭാഗ്യവാനാരാ? ഏറ്റവും വലിയ സൗഭാഗ്യവാനാരാ? ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നന്മകൾ ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യവാനാരാ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, ഹബീബായ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അർബഉൻ, 4 കാര്യങ്ങൾ, മൻ ഉഅതിയഹുന്ന ഫഖദ് ഉഅതിയ ഖൈറദ് ദുനിയാ വൽ ആഖിറ. 4 കാര്യങ്ങൾ ആർക്കെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ, ഒരുവന്റെ ഹൃദയത്തിൽ, ഒരുവന്റെ ജീവിതത്തിൽ ഈ 4 കാര്യങ്ങളുണ്ട് എങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അർബഉൻ മൻ ഉഅതിയഹുന്ന ഫഖദ് ഉഅതിയ ഖൈറദ് ദുനിയാ വൽ ആഖിറ. 4 കാര്യങ്ങൾ, 4 ഗുണങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ട് എങ്കിൽ അവൻ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ നന്മകളും ലഭിച്ചവനാണ് എന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒന്നാമതായിട്ട് പറയുകയാണ്, ഖൽബൻ ഷാകിറാ. ഒന്നാമതായിട്ട് പറയുകയാണ്, ഖൽബൻ ഷാകിറ, നന്ദിയുള്ളൊരു ഹൃദയം, അല്ലാഹു ചെയ്തു തന്ന നന്മകൾക്ക് നന്ദിയുള്ളൊരു ഹൃദയം. വലിസാനൻ ദാകിറാ, എപ്പോൾ
എപ്പോഴും അല്ലാഹുവിനെ സ്മരിക്കുന്ന, ധാരാളമായിട്ട് ദിക്റുകൾ പറയുന്ന, സുബ്ഹാനല്ലാഹ് പറയുന്ന, അൽഹംദുലില്ലാഹ് പറയുന്ന, അല്ലാഹു അക്ബർ പറയുന്ന ഒരു നാവ് നിനക്കുണ്ട് എങ്കിൽ നീ ഏറ്റവും വലിയ സൗഭാഗ്യവാനാണെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. മൂന്നാമതായിട്ട് പ്രവാചകൻ പറയുന്നു, പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും വരുമ്പോ ആ സമയത്ത് ക്ഷമിക്കുന്ന ഒരു ഹൃദയം, ഒരു ശരീരം നിനക്കുണ്ട്. അതേപോലെ തന്നെ ഏത് പ്രയാസത്തിലും നിന്റെ കൂടെ നിൽക്കുന്ന, നിന്നെ വഞ്ചിക്കാത്ത, സത്യസന്ധയായ, നിന്നോട് നല്ല രീതിയിൽ പെരുമാറുന്ന സൽസ്വഭാവിയായ ഒരു ഭാര്യ നിനക്കുണ്ട് എങ്കിൽ നീയാണ് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നന്മകൾ ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യവാനെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഏറ്റവും വലിയ സൗഭാഗ്യവാൻ ആരെന്നറിയുമോ? 4 കാര്യങ്ങൾ ആരുടെ ജീവിതത്തിലുണ്ടോ അവനാണ് ഏറ്റവും വലിയ അസൂയാർഹമായ സൗഭാഗ്യത്തിന്റെ ഉടമയെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1, ഖൽബൻ ഷാകിറ, അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ള ഒരു ഹൃദയം, അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നന്ദിയുള്ള ഒരു ഹൃദയം. വലിസാനൻ ദാകിറ, എപ്പോഴും ദിക്റുകൾ പറയുന്ന, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇങ്ങനെ ദിക്റുകൾ പറയുന്ന ഒരു നാവ്. മൂന്നാമതായിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വബദനൻ അലൽ ബലാഇ സാബിറ, ഒരു പ്രയാസം വന്നാൽ, ഒരു സങ്കടം വന്നാൽ ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ശരീരം, സത്യസന്ധയായ, സൽസ്വഭാവിയായ, പ്രയാസങ്ങളിൽ കൂടെ നിൽക്കുന്ന നല്ലൊരു ഭാര്യ. ഈ 4 കാര്യങ്ങൾ ഒരുവന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഫഖദ് ഊതിയ ഖൈറദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നന്മകൾ ലഭിച്ചവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയുണ്ടാവണം. അല്ലാഹ് നൽകുന്ന വാഗ്ദാനമാണ്, നിങ്ങൾ എന്നെ സ്മരിച്ചാൽ, നിങ്ങളുടെ നാവുകളിൽ എന്റെ ദിക്റുണ്ട് എങ്കിൽ, നിങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിൽ എന്നെ കുറിച്ചുള്ള ചിന്തയുണ്ട് എങ്കിൽ, ഏതു പ്രയാസഘട്ടത്തിലും, ഏത് സന്നിഗ്ധ ഘട്ടത്തിലും, ഏത് പ്രതികൂല സാഹചര്യത്തിലും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവുമെന്ന് അല്ലാഹുവിന്റെ ഒന്നാമത്തെ വാഗ്ദാനമാണ്. ദിക്റുള്ള ഹൃദയത്തിന്റെ ഉടമകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താ? ദിക്റുകൾ ചൊല്ലുന്ന, അല്ലാഹുവിനെ സ്മരിക്കുന്ന, പടച്ചതമ്പുരാനെ ദിക്റുകളിലായി ജീവിതം കഴിച്ചു കൂട്ടുന്നവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദിക്റിലായി കഴിയുന്ന ഹൃദയത്തിന്റെ ഉടമകൾ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും ധാരാളമായി പറയുന്ന, അല്ലാഹു അക്ബർ പറയുന്ന, പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുന്ന ദിക്റുകൾ ജീവിതത്തിൽ പകർത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അല്ലാഹു നൽകുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു ഈമാൻ ഉറപ്പിച്ചു നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹൃദയത്തിന്റെ ഈമാൻ പുതുക്കപ്പെടണോ? ഹൃദയത്തിൽ ഈമാനിന്റെ വെളിച്ചമുണ്ടാവണോ? ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ധാരാളമായിട്ട് നിങ്ങൾ പറയണേ. ധാരാളമായി നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാൻ ഉറയ്ക്കുകയാണ്. ഹൃദയത്തിൽ നിന്ന് നിഫാഖിനെ അല്ലാഹു ഊരിക്കളയുമെന്ന്, കാപട്യത്തെ, കപടതയെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു മാറ്റുകയാണ്.
ഈമാനിന്റെ പ്രകാശം അല്ലാഹു നൽകുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ആ ഈമാനാണ് വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ആ ഈമാനാണ് വേണ്ടത്. മരണസമയത്തും നമുക്ക് വേണ്ടത് ഈമാനാണ്. അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ കടന്നു വരുമ്പോ, കാബുൽ അർവാഹ് റൂഹ് പിടിക്കാൻ കടന്നു വരുമ്പോ അല്ലാഹ് പറയാണ് വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. ആ സമയത്തും നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാവണേ. ആ സമയത്തും നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാവണേ. ആ ഈമാൻ ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരാരെന്നറിയുമോ? ധാരാളമായി ദിക്ർ ചെയ്യുന്നവരാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ്. ഒന്നാമതായിട്ട് കിട്ടുന്ന പ്രതിഫലമാണ് ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാൻ ഉണ്ടാകും. ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാൻ ഉണ്ടാകും. മരണസമയത്ത് ആ ഈമാൻ നഷ്ടപ്പെടില്ല. ഈമാനോട് കൂടിയുള്ളൊരു മരണം അവനക്ക് ലഭിക്കും. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനുഷ്യ, നിന്റെ ഹൃദയത്തിന് സമാധാനം വേണോ? നിന്റെ ജോലി തിരക്കുകൾക്കിടയിൽ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടിടയിൽ, നിന്റെ പ്രതിസന്ധികൾക്കിടയിൽ, കുടുംബ പ്രശ്നങ്ങൾക്കിടയിൽ, ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിൽ, നിന്റെ സങ്കടങ്ങൾക്ക് നടുവിൽ നിനക്ക് സമാധാനമുള്ളൊരു ഹൃദയം വേണോ? നിന്റെ ഹൃദയത്തിന് സമാധാനം വേണോ? അലാ ബിദിക്രില്ലാഹ്. പടച്ച തമ്പുരാന്റെ സ്മരണയിലൂടെയല്ലാതെ ആ സമാധാനം നിനക്ക് ലഭിക്കില്ലെന്ന് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ. രണ്ടാമത്തെ പ്രതിഫലം, ദിക്റുള്ളവരുടെ ഹൃദയത്തിന് അല്ലാഹു സമാധാനമുണ്ട്. അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള സമാധാനമുണ്ട്. മൂന്നാമതായിട്ട് അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്താ? അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്താ? മഹാനായ ഇമാം ഗസാലി തങ്ങൾ അവിടെ നിന്ന് രേഖപ്പെടുത്തുകയാണ്, മരണാസന്നനായി കിടക്കുമ്പോ കാബുൽ അർവാഹ് മലക്ക് അസ്റായിൽ കടന്നു വരുമ്പോ, അതാ റൂഹി ശരീരത്തോട് വിട പറയാൻ ഒരുങ്ങുമ്പോ, ആ സമയത്തതാ എല്ലാവരും ഇവിടെ നിന്ന് ദാഹപരവശരായിട്ടാണ് യാത്രയാവുക. എല്ലാവരും ഇവിടെ നിന്ന് ദാഹപരവശരായിട്ടാണ് യാത്രയാവുക. എല്ലാവരും മരണസമയത്തു വല്ലാത്ത ദാഹമാണ്. ഈ ഭൂമി ലോകത്തുള്ള സമുദ്രത്തിന്റെ മുഴുവൻ ജലവും അവനെ കുടിപ്പിച്ചാലും തീരാത്ത ദാഹത്തിന്റെ ഉടമകളാണ് മരണ സന്ദർഭത്തിൽ. പക്ഷേ അല്ലാഹുവിന്റെ സ്മരണ ജീവിതത്തിൽ നിലനിർത്തുന്ന, ധാരാളമായി ദിക്ർ ചെയ്യുന്ന ഒരു മനുഷ്യന് ആ മരണസമയത്ത് ദാഹം അനുഭവിക്കേണ്ടി വരില്ല. നാലാമതായിട്ട് ദിക്റുള്ളവർക്ക്, ദിക്ർ ചെയ്യുന്നവർക്ക്, അല്ലാഹുവിനെ സ്മരിക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന നാലാമത്തെ പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹ്. നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഒരു ചാണം മുകളിലേക്ക് എത്തിച്ചൊലിക്കുന്ന സൂര്യഗോളം നിൽക്കുമ്പോ, ആ സമയത്ത് റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ, അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി പടച്ചവന്റെ പരമോന്നതമായ നീതിപീഠത്തിന്റെ മുമ്പിൽ ഒരു ചാണം മുകളിൽ സൂര്യഗോളം കത്തിച്ചൊലിച്ച് നിൽക്കുന്ന അതിഭീകരമായ സാഹചര്യത്തിൽ നിൽക്കുമ്പോ, അള്ളാന്റെ അർശിന്റെ തണൽ കിട്ടുന്ന സൗഭാഗ്യവാന്മാരായ ഒരു വിഭാഗമുണ്ട്. അതിലൊരു 7 വിഭാഗത്തിൽ ഒരു വിഭാഗമാരെന്നറിയുമോ? റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാ. ഒറ്റക്കിരുന്ന് അല്ലാഹുവിനെ ഓർക്കുന്ന രാത്രിയുടെ യാമങ്ങളിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോ, എല്ലാവരും നിദ്രയുടെ കരിമ്പടം പുതച്ച് സുഖമായി ഉറങ്ങുമ്പോ, ആ സമയത്ത് അല്ലാഹുവിനെ സ്മരിക്കുന്ന ഒരു മനുഷ്യൻ, അവന് അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അവസാനമായിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുക,
പറയുകയാണ്, ലയബഅസന്നല്ലാഹു അഖ്വാമൻ യൗമൽ ഖിയാമത്തി ഫീ വുജൂഹിഹിം അൻ-നൂർ അലാ മനാബിരിൽ ലുഅ്ലു. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, നാളെ പടച്ചവന്റെ മുമ്പിൽ മഹ്ശറയിൽ കടന്നു വരുമ്പോ ഒരു വിഭാഗം ആളുകളുടെ മുഖം ഇങ്ങനെ വല്ലാതെ പ്രകാശപൂരിതമാകുകയാണ്, വല്ലാതെ പ്രകാശിക്കുകയാണ്. അലാ മനാബിരിൽ ലുഅ്ലു, വളരെയേറെ പ്രകാശവും അതേപോലെ തന്നെ മുത്തിനാനുള്ള രക്തത്തിനാലുള്ള വജ്രങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട സിംഹാസനത്തിൽ അവർ ഉപവിഷ്ടരാണ്. അവർ അർശിന്റെ താരത്താണ്. അവരെ കണ്ടിട്ട് എല്ലാവരും അസൂയപ്പെടുകയാണ്. എത്ര വലിയ സൗഭാഗ്യത്തിന്റെ ഉടമകളാണിവർ, എത്ര വലിയ സൗഭാഗ്യത്തിന്റെ ഉടമകളാണവർ. അവര് അമ്പിയാക്കന്മാരല്ല, അവര് ശുഹദാക്കളല്ല, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി രണാങ്കണത്തിൽ ഷഹീദായ ശുഹദാക്കളല്ല. അല്ലാഹുവിന്റെ റസൂൽ ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോ മദീന പള്ളിയുടെ ചാരത്തിരിക്കുന്ന അറാബിയായ ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, പ്രവാചകരെ അവരാരാണ്? ഇത്രവേറെ സൗഭാഗ്യം ലഭിക്കുന്ന പ്രകാശത്താലുള്ള മുഖത്തിന്റെ ഉടമകളായി മനോഹരമായ രക്തങ്ങൾ കൊണ്ടും വജ്രങ്ങൾ കൊണ്ടുമുള്ള സിംഹാസനത്തിൽ ഉപവിഷ്ടരാക്കപ്പെടുന്ന ആ സൗഭാഗ്യവാന്മാർ അവര് പ്രവാചകരല്ലെങ്കിൽ അവര് ശുഹദാക്കളല്ലെങ്കിൽ പിന്നെ ആരാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് മറുപടി പറഞ്ഞു, സഹാബാ അവരെ ജീവിതത്തിൽ ദിക്റുകൾ മുറുകെ പിടിക്കുന്നവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഏറ്റവും നല്ല പ്രതിഫലങ്ങൾ, ഈ പ്രതിഫലങ്ങളാണ് അള്ളാഹുവിനെ സ്മരിക്കുന്ന പ്രഭാതങ്ങളിൽ അതേപോലെ രാത്രികളിൽ ദിക്റുകൾ ചൊല്ലുന്നവർക്ക് അള്ളാഹു നൽകുന്ന വളരെയേറെ അമൂല്യമായ പ്രതിഫലങ്ങൾ. അള്ളാഹു നമുക്കും അത് ജീവിതത്തിൽ നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിക്റുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ ഗണത്തിൽ അല്ലാഹു നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പടച്ചവനെ മറന്ന് ജീവിച്ചാൽ, ദിക്റില്ലാതെ അല്ലാഹനെ സ്മരിക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ, ഈ ദുനിയാവിൽ അവന്റെ ജീവിതത്തെ അല്ലാഹു ഇടുക്കി കളയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ശുദ്ധമായ ഖുർആൻ. അള്ളാന്റെ സ്മരണയില്ലാതെ നടക്കുന്നവൻ അവന്റെ ജീവിതം വല്ലാത്ത പ്രയാസമായിരിക്കും. അതുകൊണ്ട് അള്ളാഹു നൽകുന്ന ഒന്നാമത്തെ വാഗ്ദാനം, ഫദ്കുറൂനി അദ്കുറുകും, നിങ്ങൾ എന്നെ സ്മരിച്ചാൽ, നിങ്ങൾ എന്റെ ദിക്റ് ചൊല്ലിയാൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്നെ കുറിച്ചുള്ള ചിന്തയുണ്ട് എങ്കിൽ അദ്കുറുകും, നിങ്ങളെ ഞാനും സ്മരിക്കുന്നതാണ്. ഒരു പ്രതികൂല സാഹചര്യത്തിലും ഒരു സന്നിഗ്ധ ഘട്ടത്തിലും നിങ്ങളെ ഞാൻ കൈവിടില്ല. അള്ളാന്റെ വാഗ്ദാനമാണ്, പടച്ചവൻ. രണ്ടാമത് അല്ലാഹു നൽകുന്ന വാഗ്ദാനം എന്താണ്? അല്ലാഹു പറയുകയാണ്, ലഇൻ ശകർതും ലഅസീദന്നകും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ നൽകുന്ന രണ്ടാമത്തെ വാഗ്ദാനമാണ് ലഇൻ ശകർതും ലഅസീദന്നകും. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ, അല്ലാഹു നമുക്ക് എത്രയോ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. വ ഇൻ തഉദ്ദൂ നിഅമതല്ലാഹ്, അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. ഈ കാണുന്ന വിശാലമായ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ മരച്ചില്ലുകളും പേനയാക്കിയാലും, സമുദ്രത്തിലെ വെള്ളം മുഴുവനും മഷിയാക്കിയാലും, അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ലല്ലോ. അല്ലാഹു പറയുകയാണ്, ഒരു മനുഷ്യന് ഞാനൊരു അനുഗ്രഹം നൽകി, ആ അനുഗ്രഹത്തിൽ അവൻ നന്ദി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ലഅസീദന്നകും, അവന്റെ അനുഗ്രഹത്തെ ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ രണ്ടാമത്തെ വാഗ്ദാനമാണ്. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ, നമുക്ക് അല്ലാഹു ആരോഗ്യം നൽകിയിട്ടുണ്ട്, അല്ലാഹു നമുക്ക് ഭാര്യയെ നൽകിയിട്ടുണ്ട്, അല്ലാഹു നമുക്ക് വീട് നൽകിയിട്ടുണ്ട്, എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ള ഹൃദയത്തിന്റെ ഉടമകളായി നമ്മൾ മാറണം.
എങ്കിൽ ലഅസീദന്നകും, ആ അനുഗ്രഹത്തെ നാം നിലനിർത്തും, അത് വർദ്ധിപ്പിക്കുമെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹ് നൽകുന്ന രണ്ടാമത്തെ വാഗ്ദാനമാണ്. പടച്ചവൻ നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ള ഹൃദയമായി നമ്മൾ മാറണം. 3 രീതിയിൽ നമുക്ക് നന്ദി രേഖപ്പെടുത്താം. ശുക്ർ 3 രീതിയിലാണ്. ഒന്ന്, നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹുവേ നീ എനിക്ക് ഈ അനുഗ്രഹം നൽകിയല്ലോ, നീ എനിക്ക് മക്കളെ നൽകിയല്ലോ, നല്ലൊരു വീട്, സൗകര്യപ്രദമായ വീട് നൽകിയല്ലോ, നീ നല്ലൊരു സ്വാലിഹത്തായ ഭാര്യ നൽകിയല്ലോ. ആ അനുഗ്രഹത്തെ കുറിച്ച് ഹൃദയത്തിലൊരു മതിപ്പുണ്ടാവുക. അള്ളാഹു എനിക്ക് നൽകിയതാണ്, എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ സാമർത്ഥ്യം കൊണ്ടല്ല, റബ്ബുൽ ഇസ്സത്ത് എനിക്ക് നൽകിയ അനുഗ്രഹമാണ് എന്ന് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ കുറിച്ചൊരു മതിപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. 2, ശുക്റു ബിൽ ലിസാൻ, നാവ് കൊണ്ട് അൽഹംദുലില്ലാഹ്. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നാവ് കൊണ്ട് അൽഹംദുലില്ലാഹ് പറയണം. ആരെങ്കിലും ചോദിച്ചു, എന്താണ് ഇപ്പൊ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? അൽഹംദുലില്ലാഹ് റാഹത്താണ്. കച്ചവടം എങ്ങനെ പോകുന്നു? അൽഹംദുലില്ലാഹ് റാഹത്താണ്. കുടുംബജീവിതം എങ്ങനെ പോകുന്നു? അൽഹംദുലില്ലാഹ് റാഹത്താണ്. മക്കളൊക്കെ റാഹത്താണ്, അൽഹംദുലില്ലാഹ്. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഇങ്ങനെ അള്ളാഹനെ സ്തുതിക്കുന്ന ഒരു നാവ്, ഒരു ഹൃദയം നമുക്കുണ്ടാവണം. അല്ലാഹു നൽകുന്ന പ്രതിഫലം വളരെയേറെ വലുതാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ദുആ എന്താ? അല്ലാഹുമ്മ ർസുഖ്നി ഖൽബൻ ഷാകിറാ, അല്ലാഹുവേ എനിക്ക് നന്ദിയുള്ളൊരു ഹൃദയം നൽകണേ, നന്ദിയുള്ളൊരു ഹൃദയം നൽകണേ. 3ാമതായിട്ടുള്ള ശുക്ർ എന്താണ്? അശ്ശുക്റു ബിൽ ജവാരിഹി, നമ്മുടെ അവയവങ്ങൾ കൊണ്ടുള്ള നന്ദിയാണ്. നമ്മുടെ അവയവങ്ങൾ കൊണ്ടുള്ള നന്ദി. ഇങ്ങനെ 3 രീതിയിലാണ് ശുക്റുള്ളത്. നമസ്കാരം അത് ശുക്റാണ്, നന്ദിയാണ്. ശരീരം കൊണ്ടുള്ള നന്ദിയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയുടെ യാമങ്ങളിൽ നിന്ന് നമസ്കരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ കാലിൽ നീര് കെട്ടുവോളം പ്രവാചകൻ നമസ്കരിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ് പ്രവാചകരെ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? എന്തിനാ ഇങ്ങനെ പ്രയാസപ്പെട്ട് ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടും എന്തിനാണ് നമസ്കരിക്കുന്നത് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള ദാസനാവണ്ടയോ ആയിഷ? എന്നെ റബ്ബിനോട് എത്രയോ അനുഗ്രഹങ്ങളാണ് എനിക്ക് എന്റെ രക്ഷിതാവ് ചെയ്തു തന്നിട്ടുള്ളത്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളൊരു ദാസനായി ഞാൻ മാറണ്ടയോ? അതുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സുജൂദുകൾ അല്ലാഹുവിനുള്ള ശുക്റാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയിൽ നിന്ന് രക്ഷപ്പെടുമ്പോ ആ സമയത്തും ചെയ്തതെന്താ? ആ സമയത്ത് മൂസാ നബി നോമ്പ് പിടിക്കുകയാണ്. ആ നോമ്പ് അല്ലാഹുവിനുള്ള നന്ദിയാണ്. സുജൂദുകൾ ചെയ്യുക, ശുക്റിന്റെ സുജൂദുകൾ. മുസൈലമത്തുൽ കദ്ദാബ് എന്ന കള്ള പ്രവാചകൻ ഇസ്ലാമിക പട്ടാളത്തിന്റെ കയ്യിൽ പെട്ടു വധിക്കപ്പെട്ടു എന്നറിയുമ്പോ അല്ലാഹുവിന്റെ മുമ്പിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സുജൂദിൽ വീഴുകയാണ്. ശുക്റിന്റെ നന്ദിയുടെ സുജൂദാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോ അമലുകളും അല്ലാഹുവിനുള്ള നന്ദിയായി മാറണം. അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള സ്മരണയുണ്ടാവണം. ജീവിതത്തിൽ ദുനിയാവിൽ എപ്പോഴും നമ്മുടെ താഴെയുള്ളവരിലേക്ക് നോക്കണം. അപ്പോഴാണ് പടച്ച തമ്പുരാൻ നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് വിലയുണ്ടാവുക. നമ്മളെക്കാൾ വലിയ വീടുള്ളവനിലേക്ക് നോക്കിയാൽ നമുക്കൊരു പക്ഷേ നന്ദിയുള്ള ഹൃദയമുണ്ടാവില്ല. അല്ലാഹു നമുക്ക് നൽകിയ വീടിന്റെ മതിപ്പ് നമുക്കുണ്ടാവില്ല. അല്ലാഹു നൽകിയ വീടെന്ന നിഅമത്തിനെ കുറിച്ച് നമുക്ക് ചിന്തയുണ്ടാവില്ല. ഒരു ചെറിയ വീട് നിനക്കുണ്ട്, പക്ഷേ ആ സമയത്തും നീ നോക്കേണ്ടതെന്താണ്? റെയിൽവേ പുറമ്പോക്കുകളിൽ ചോർന്നൊലിക്കുന്ന മേൽക്കൂരകളിലൂടെ മഴവെള്ളം കിനിഞ്ഞിറങ്ങുന്ന വീടിന്റെ ഉള്ളിൽ കിടക്കുന്നവർ, വീടില്ലാതെ തെരുവീതിയിൽ കിടന്നുറങ്ങുന്നവർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അവരിലേക്ക് നോക്കുമ്പോഴാണ് നിന്റെ വീടെന്ന ചെറിയ വീടാണെങ്കിലും അതൊരു അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുക. ആരോഗ്യം അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്.
സമ്പത്ത് അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്, മക്കൾ അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദിയുള്ളൊരു ഹൃദയം നമുക്കുണ്ടാവണം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞുവല്ലോ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുവല്ലോ, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി വമുആഫൻ ഫീ ജസദിഹി വഇൻദഹു ഖൂതു യൗമിഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരുവൻ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോ, ഒരു മനുഷ്യനതാ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോ അവന്റെ ശരീരത്തിന് ആഫിയത്തുണ്ട്, അവന്റെ ഒരിക്കൽ കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്, അവൻ നിർഭയനാണ് എങ്കിൽ അവൻ ഏറ്റവും വലിയ സൗഭാഗ്യവാനാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. അതുകൊണ്ട് അല്ലാഹുവിനെ എപ്പോഴും ശുക്ർ ചെയ്യാൻ നമുക്ക് കഴിയണം. ലഇൻ ശകർതും ലഅസിയദന്നകും. നിങ്ങൾ എനിക്ക് നന്ദി ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഞാൻ ചെയ്ത നന്മകൾക്ക് അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തു കഴിഞ്ഞാൽ ലഅസിയദന്നകും, അത് നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു നൽകുമെന്ന് അല്ലാഹുവിന്റെ രണ്ടാമത്തെ വാഗ്ദാനമാണ്. അല്ലാഹുവിന്റെ രണ്ടാമത്തെ വാഗ്ദാനമാണ്. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉദ്ഉനി അസ്തജിബ് ലക്കും. ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, എന്നോട് ചോദിക്കുക. അസ്തജിബ് ലക്കും, ആ ദുആയെ ഞാൻ സ്വീകരിക്കാം, ആ ദുആയെ ഞാൻ സ്വീകരിക്കാം. പതിരാവിന്റെ മറവിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോ, സുഖമായി കിടന്നുറങ്ങുമ്പോ, നമ്മുടെ രക്ഷിതാവ് ഒന്നാനാകാശത്ത് വന്നിട്ട് നമ്മളോട് വിളിച്ചു ചോദിക്കുന്നത് എന്താ? ഹൽ മിൻ സായിലിൻ, എന്നോട് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? എന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി അവന്റെ പ്രയാസങ്ങൾ, അവന്റെ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ, വിഷമങ്ങൾ പറയാൻ ആരെങ്കിലും ഉണ്ടോ? അവന്റെ ദുആയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്, അവൻ ചോദിക്കുന്നത് നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. റബ്ബിലേക്ക് കരളുരുകി കൈകൾ ഉയർത്തുന്നവന് അല്ലാഹു അല്ലാതെ ആരാണ് മറുപടി നൽകുക? അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദഅ. പ്രയാസത്തിൽപ്പെട്ട് സന്നിഗ്ധ ഘട്ടത്തിൽ വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് ഉത്തരം നൽകുന്നവൻ അല്ലാഹയല്ലേ. അതുകൊണ്ട് പടച്ചവന്റെ മുമ്പിൽ ആത്മാർത്ഥമായി സ്വീകരിക്കപ്പെടുമെന്നുള്ള ഉറപ്പോടെ, അല്ലാഹു നിന്റെ ദുആയെ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി ദുആ ചെയ്തു കഴിഞ്ഞാൽ അസ്തജിബ് ലക്കും, ആ ദുആയെ നാം സ്വീകരിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്, അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നാലാമതായിട്ട് അല്ലാഹു നൽകുന്ന വാഗ്ദാനം എന്തെന്നറിയുമോ? വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. തൗബ ചെയ്യുന്നിടത്തോളം, ഇസ്തിഗ്ഫാർ നിങ്ങൾ ചൊല്ലുന്നിടത്തോളം, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്ന കാലത്തോളം നിങ്ങളുടെ ശിക്ഷയുടെ, നിങ്ങളുടെ തിന്മകളുടെ പേരിൽ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കില്ല. ഒരു മനുഷ്യൻ അല്ലാഹുവിന് വെറുപ്പിക്കപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച കാര്യങ്ങൾ ചെയ്യുകയാണ്, തിന്മ ചെയ്യുകയാണ്. പക്ഷേ ആ തിന്മയിൽ നിന്ന്, അത് തിന്മയാണെന്ന് മനസ്സിലാക്കി ആ തിന്മയിൽ നിന്നവൻ വേറിട്ട് നിൽക്കുകയും അവൻ അല്ലാഹുവിനോട് തൗബ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു അവനെ ആ തിന്മയുടെ പേരിൽ ശിക്ഷിക്കില്ലെന്ന് വിശുദ്ധമായ ഖുർആൻ. എത്ര വലിയ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ആ പാപങ്ങൾ ആത്മാർത്ഥമായി പറഞ്ഞൊരാൾ തൗബ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ തിന്മയുടെ പേരിൽ അല്ലാഹു ഒരിക്കലും അവനെ ശിക്ഷിക്കില്ല. അതുകൊണ്ട് എത്ര വലിയ തിന്മകൾ ജീവിതത്തിൽ ചെയ്തവരാണെങ്കിലും അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങാൻ കഴിയണം. അല്ലാഹു പറയുകയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിലേക്ക് നിങ്ങൾക്ക് പശ്ചാത്തപിച്ചു മടങ്ങാൻ കഴിയുമോ? എത്രയോ പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, എത്രയോ മോശത്തരങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. രാത്രിയുടെ മറവിൽ ആരോരും അറിയാതെ ചെയ്ത പാപങ്ങൾ, രഹസ്യമായി ചെയ്ത പാപങ്ങൾ, പരസ്യമായി ചെയ്ത പാപങ്ങൾ, എത്രയോ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്. ആ പാപങ്ങളെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറയാൻ കഴിയണം. രാത്രിയുടെ യാമങ്ങളിൽ എല്ലാവരും സുഖമായി
സുഖമായി ഉറങ്ങുമ്പോ റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ മുസല്ല വിരിച്ച് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ജീവിതത്തിന്റെ പാപങ്ങൾ ഏറ്റുപറയാൻ സഹോദരാ സഹോദരി നമുക്ക് സാധിക്കണമല്ലോ. അല്ലാഹുവിന്റെ മുമ്പിൽ കണ്ണുനീര് പൊഴിക്കണമല്ലോ. എല്ലാ പാപങ്ങളും ഏറ്റുപറയണം. വ്യഭിചരിച്ചെങ്കിലും പറയണമല്ലാ വ്യഭിചരിച്ചവനാണ്. കള്ള് കുടിച്ചെങ്കിലും പറയണമല്ലാ കള്ള് കുടിച്ചവനാണ്. പലിശ തിന്നവനാണെങ്കിൽ പറയണമല്ലാ പലിശ തിന്നവനാണ്. ഭാര്യ വഞ്ചിച്ചുവെങ്കിൽ ഭർത്താവിനെ വഞ്ചിച്ചുവെങ്കിൽ ലഹരി ഉപയോഗിച്ചുവെങ്കിൽ അള്ളാന്റെ മുമ്പിൽ പറഞ്ഞിട്ട് തൗബ ചെയ്യണമല്ലോ. അള്ളാഹു ഏത് പാപങ്ങളും പുറത്തു തരും. എത്ര വലിയ പാപങ്ങളും അള്ളാഹു പുറത്തു തരും. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തും മദീനയുടെ മണ്ണിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് മദീനയുടെ മണ്ണിൽ ഒരു ഖബർ കുഴിക്കുന്ന വ്യക്തിയുണ്ടായിരുന്നുവല്ലോ. ആ മനുഷ്യനതാ ഖബർ കുഴിക്കുന്ന വേളയിൽ ഖബറടക്കപ്പെട്ടിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ഖബറിലിറങ്ങി ഖബറുമാന്നിട്ട് കഫൻ പുടവ മോഷ്ടിക്കുന്ന വ്യക്തിയാണ്. ഒരു ദിവസം മദീനയിലെ സുന്ദരിയായ ഒരു പെണ്ണു മരണപ്പെടുകയാ. എല്ലാവരും ഖബറടക്കിയിട്ട് പിരിഞ്ഞു പോയി. രാത്രിയുടെ മറവിൽ ആ മനുഷ്യൻ വന്നു ഖബർ തുറന്നു. എന്നിട്ടതാ കഫൻ പുടവ ഊരിയെടുക്കുകയാണ്. എന്നിട്ട് തിരിച്ചു നടക്കുമ്പോൾ ശരീരത്തിന്റെ ഉള്ളിൽ വികാരങ്ങൾ കിടന്നു വരികയാ. സുന്ദരിയായ ഖബറിൽ കിടക്കുന്ന മയ്യത്തിന് ഖബറിൽ കിടന്നു വ്യഭിചരിച്ചൊരു വ്യക്തി പ്രവാചകന്റെ അടുക്കൽ വന്ന് യാ റസൂലല്ലാഹ് എനിക്ക് തൗബയുണ്ടോ നബിയേ? എന്റെ പാപം അല്ലാഹു പുറത്തു തരുമോ? അവസാനം അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ആ മനുഷ്യൻ അല്ലാഹു പുറത്തു കൊടുത്തുവല്ലോ. ഖബറിൽ ഇറങ്ങിയ പ്രവാചകന്റെ കാലത്ത് മദീനയില് ഖബറിൽ കിടന്ന് വ്യഭിചരിച്ചവൻ അല്ലാഹു പുറത്തു കൊടുത്തുവെങ്കിൽ 100 പേരെ കൊന്നവനക്ക് അല്ലാഹു പുറത്തു കൊടുത്തുവെങ്കിൽ വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു നിങ്ങൾ മടങ്ങിയാൽ ആ തിന്മകളുടെ പേരിൽ നിങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിക്കപ്പെടില്ല. ഇത് പടച്ച തമ്പുരാന്റെ വാഗ്ദാനമാണ്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. ഈ റബ്ബുൽ ഇസ്സത്തിന്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും ലംഘിക്കപ്പെടുന്ന വാഗ്ദാനങ്ങളല്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് നൽകുന്ന ധാരാളം വാഗ്ദാനങ്ങളിൽ വളരെയേറെ പ്രധാനപ്പെട്ട 4 വാഗ്ദാനങ്ങളാണിത്. അല്ലാഹു നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ. ഫദ്കുറൂനി യദ്കുറുക്കും. നിങ്ങൾ എന്നെ സ്മരിച്ചാൽ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ നാവിൽ എന്നെ കുറിച്ചുള്ള ദിക്റുണ്ടെങ്കിൽ അത് കുറുക്കും, നിങ്ങളെ ഞാൻ സ്മരിക്കും. ഒരു പ്രതിസന്ധിയിലും നിങ്ങളെ ഞാൻ കൈവിടില്ല. ലഇൻ ശകർതും ലഅസീദന്നകും. ഞാൻ ചെയ്തിരുന്ന അനുഗ്രഹങ്ങളിൽ നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ ആ അനുഗ്രഹങ്ങളെ എപ്പോഴും നാം വർദ്ധിപ്പിച്ചു നൽകുക തന്നെ ചെയ്യും. ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ചോദിക്കുക, എന്റെ മുമ്പിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയ്, നിങ്ങളുടെ സങ്കടങ്ങൾ ദുഃഖങ്ങൾ എന്നോട് നിങ്ങൾ പറയ്. അസ്തജിബ് ലക്കും. നിങ്ങളുടെ ദുആയെ, നിങ്ങളുടെ തേട്ടത്തെ ഞാൻ സ്വീകരിക്കാം. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. എത്ര വലിയ തിന്മകൾ നിങ്ങൾ ചെയ്തവരാണെങ്കിലും എന്റെ മുമ്പിൽ അത് നിങ്ങൾ ഏറ്റുപറഞ്ഞാൽ നിങ്ങളെ ഒരിക്കലും നാം ശിക്ഷിക്കുന്നേയില്ല എന്ന അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ സ്മരിക്കാനും അല്ലാഹുവിന് നന്ദിയുള്ളൊരു ഹൃദയത്തിന്റെ ഉടമകളായി പടച്ചവന്റെ മുമ്പിൽ എപ്പോഴും കരങ്ങൾ ഉയർത്തുന്ന ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന സൗഭാഗ്യവാന്മാരിൽ സൗഭാഗ്യവതികളിൽ അല്ലാഹു നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.